മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണല്ലോ. കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് നന്നായി ചെയ്തത്. കന്നഡ, തെലുങ്ക്. നമ്മളെന്താണ് ഒരാൾ വന്ന് ചോദിച്ചാൽ ഹൗസ് ഓഫ് ഫിലിം വെരി ഗുഡ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഷോ പുള്ളി കണ്ടപ്പോഴത്തേനും ഒരാൾ വന്നിട്ട് സാറേ എങ്ങനെയുണ്ട് സാറേ പടം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്, ആറാട്ടുകയാണ്, ലാലേട്ടൻ ആറാട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട് പോയി. It's a good, very well made film. Neutrally when you watch it, that's a film. ന്യൂട്രലി നമ്മളിത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. എങ്ങനെ ന്യൂട്രലി വാച്ച് ചെയ്താൽ ഇനി ഈ ന്യൂട്രൽ എങ്ങനെയാണ് മാറി ഫസ്റ്റ് ഗിയർ ആകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? പുള്ളി പറയുന്നുണ്ട്. മറ്റുള്ള പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അത് ലെഫ്റ്റ് ആണെങ്കിലും ശരി, റൈറ്റ് ആണെങ്കിലും ശരി. ഹിന്ദുക്കൾ യോജിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിനും റൈറ്റിനും പ്രശ്നം ഉണ്ടാവും. എന്നെ വർഗീയത പഠിപ്പിച്ചിട്ടില്ലേ, എന്നെ വർഗീയത ആരും പഠിപ്പിച്ചിട്ടില്ലേ? ഹിന്ദുക്കൾ യോജിച്ച് കഴിഞ്ഞാൽ മറ്റ് പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. അതായത് ഹിന്ദുക്കളുടെ എല്ലാം രക്ഷാ അധികാരം ഇവരെടുത്ത് തലയ്ക്ക് ചുമന്നിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? അതായത് ഹിന്ദുക്കൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടംപോലെ നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പിടിച്ചൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടെ എത്തും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടെ കാണാനും പറ്റും. അതോടൊപ്പം ഈ വീഡിയോ കാണുന്നൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. കുറഞ്ഞ പക്ഷം നിങ്ങൾ ഇട്ട ലൈക്ക് തന്നെ കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നിങ്ങളുടെ സഹായത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം സഹായിക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനുള്ള മറുപടി തരാനും ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണേ. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ടേ, അതായത് എമ്പുരാൻ എന്ന പടം നമ്മുടെ ജനസമൂഹത്തിന് മുമ്പിലേക്ക് എത്തി അന്ന് തൊട്ട് ഇവിടെ മൊത്തം അലകൊലകല പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ ശരിയായ കാരണം എന്താണെന്ന് ഞാനല്ല, നമ്മളുടെ പ്രിയങ്കരനായ മേജർ രവി സാറ് പറയുന്നുണ്ട്. ഈ മേജർ രവി സാറ്, അതായത് നമ്മൾ സമൂഹത്തിൽ ഭയങ്കര ബോധവും വിവരവും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നും വന്ന വാക്കുകൾ, അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സ്റ്റാൻഡിലുള്ള മാറ്റം, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ബേസിക്കായിട്ട് മേജർ രവി എന്ന വ്യക്തിയെ മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാത്രമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ ഈ വന്നിരിക്കുന്ന ഇൻ്റർവ്യൂ നമ്മുടെ സ്വന്തം റെയിൻബോ കേരളത്തിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. സോ അത് നമുക്ക് വെക്കാനുള്ള പെർമിഷൻ ഇല്ല. സോ ഞാൻ സൗണ്ട് ചേഞ്ചർ വെച്ച് സൗണ്ട് ചേഞ്ച് ചെയ്തായിരിക്കും നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയുടെ പൂർണ്ണഭാഗം നിങ്ങൾക്ക് കാണണമെങ്കിൽ റെയിൻബോ കേരളം ചാനലിൽ പോയത് കേട്ടോ. അപ്പോൾ നമുക്കാദ്യം മേജർ റിവ്യൂ പറയുന്നത് കേൾക്കാം. ഒരു വിവാദം ആയിട്ടെന്ന് പറയുന്നത്, ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പം ഫസ്റ്റ് ഷോ, ഞാൻ ഈ ഫസ്റ്റ് ഷോ കണ്ടിട്ടാണ്. അപ്പം നിങ്ങൾ ടി വിയിൽ കാണാം. ഞാൻ ആ ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളെന്താണ് ഒരാൾ വന്ന് ചോദിച്ചാൽ ഹൗസ് ഓഫ് ഫിലിം വെരി ഗുഡ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഷോ പുള്ളി കണ്ടപ്പോഴത്തേനും ഒരാൾ വന്നിട്ട് സാറേ എങ്ങനെയുണ്ട് സാറേ പടം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്, ആറാട്ടുകയാണ്, ലാലേട്ടൻ ആറാട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട് പോയി. നമുക്ക് പുള്ളി പറഞ്ഞു ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. മാറണം എന്നുള്ളത് ഉറപ്പാണ്. മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണല്ലോ. കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് നന്നായി ചെയ്തത്. കന്നഡ, തെലുങ്ക്. കന്നഡ, മലയാളം, തെലുങ്ക്, യെസ്. അപ്പോൾ എല്ലാവരേക്കാളും തെറ്റായിട്ട് ആ ഒരു ഇവിടെ ഒരു KGF എന്നൊക്കെ തരുമെങ്കിൽ ഇവിടെ എമ്പുരാൻ ആവട്ടെ. അപ്പോൾ ചരിത്രമായിട്ട് മാറുന്നൊരു പടമാണ്. അവിടുന്ന് KGF വന്നു, ഇവിടുന്ന് അത് വന്നു, അവിടുന്ന് ഇത് വന്നു, അപ്പോൾ ഇവിടുന്ന് ഒരു ഇത് വരണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇനി പുള്ളി ബാലൻസ് നമ്മൾ നമ്മുടെ റെയിൻബോ കേരളത്തിൽ പുള്ളി പറയുന്നതിൻ്റെ ബാലൻസ് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ഇനിയും പുള്ളി ഇപ്പോൾ പറയാൻ പോകുന്നത്, അത് ഒരാൾ വന്ന് പടം കണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊള്ളൂല ഇറങ്ങിപ്പടാ എന്ന് പറയാൻ പറ്റുമോ? അല്ലേ നമ്മൾ പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. അത് കേട്ടിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും പുള്ളി ഇപ്പോൾ അഭിപ്രായം മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതാണ് ഒരു പോസിറ്റീവ് ആൻഡ് ജെന്റിൽമാൻ റിവ്യൂ. അല്ലാതെ കൊള്ളില്ല എന്നുള്ളത് പരസ്യമായിട്ട് നമ്മളെപ്പോഴുള്ള ആൾ പറയാൻ പാടില്ല. അത് കൊള്ളില്ലെങ്കിലും ശരി, കൊള്ളില്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കൊള്ളില്ല എന്നല്ല പറഞ്ഞു. ഞാൻ പറയാം അപ്പോൾ ഇത് കൊള്ളാം, ഇതിനെക്കുറിച്ച് നമ്മൾ കൊള്ളില്ല എന്നല്ല പറഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാം, ശരി. It's a good, very well made film. Neutrally when you watch it, that's a film. ന്യൂട്രലി നമ്മളിത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. എങ്ങനെ ന്യൂട്രലി വാച്ച് ചെയ്താൽ ഇനി ഈ ന്യൂട്രൽ എങ്ങനെയാണ് മാറി ഫസ്റ്റ് ഗിയർ ആകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? പുള്ളി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് പടം കണ്ടതും. അത് കഴിഞ്ഞിട്ട് എവിടേക്കോ എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. Did you see the film? അത് ഇതെന്നെല്ലാം നോക്കി. Then when you see that, yes, why? സുരേഷ് ഏട്ടനിലേക്ക് പോയി, വൈ അതിലേക്കൊക്കെ പോയി. അതായത് പുള്ളി പടം കണ്ടു, ന്യൂട്രലായിട്ട് പുള്ളി പടം കണ്ടു, പുള്ളിക്ക് പടം ഇഷ്ടപ്പെട്ടു, കിഡോസ്കി പടം മാറാട്ടുകയാണ്, അമേസിങ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പുറത്തേക്ക് വന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വേണോ എന്നൊക്കെ പുള്ളി ചിന്തിച്ചു. പുറത്തിറങ്ങി പുള്ളി വന്നപ്പോഴത്തേനും പുള്ളിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. കുറച്ച് മെസ്സേജസ് കണ്ടോ, അങ്ങനൊരു പ്രശ്നം അതിനകത്തില്ലേ, അതിനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നേ.
വൈ ഇത് ശരിയല്ല. ഇത് അവർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മേജർ രവി സാറിന് മനസ്സിലായത് ഇത് ശരിയല്ല, ഇത് വൈ എന്ന് മനസ്സിലായത്. അതുവരെ പുള്ളിക്ക് അത് ശരിയായിരുന്നു. അതായത് മുകളിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു ഇതിനകത്ത് ഈ വിഷയം പ്രതിപാദിക്കുന്നേ, നമ്മൾ അപ്പൊട്ടിയല്ലേ, നമ്മളതിനെതിരാണേ, നമുക്ക് ഓപ്പോസിറ്റാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ എതിർത്ത് തുടങ്ങി. ഇതാണ് യഥാർത്ഥ സംഭവം. അത് പുള്ളി തന്നെ തുറന്നടിച്ച് പറയുന്നുണ്ട്. ഈ റെയിൻബോ കേരളത്തിൽ 1-2 ചോദ്യങ്ങളുടെ ഉത്തരം ടപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുന്നൊക്കെ ഉണ്ട്. എഡിറ്റർ ശോകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അങ്ങനൊരു അത് മനസ്സിലാകുന്ന രീതിയിലുള്ള കട്ട് വേണ്ടായിരുന്നു. ബാക്കി പറ. വൈ ദിസ് നമ്മൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു അതെല്ലാം കറക്റ്റ് എല്ലാം പോകുന്നുണ്ട്. ബട്ട് വൈ ദിസ് ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വിച്ച് ജനറലി ജനങ്ങൾ മറന്നുപോയിട്ടുള്ളൊരു കാര്യം, ഓർക്കാൻ ആഗ്രഹിക്കാത്തത്. ഓപ്പോസിഷൻ പാർട്ടികൾ ഇന്നും BJP-നെ കുറ്റം പറയുന്നത് നരഹത്യ എന്നൊക്കെ പറയും. ഓപ്പോസിഷൻ പാർട്ടികൾ ഇന്നും BJP-യെ കുറ്റം പറയുന്ന നരഹത്യ എന്നൊക്കെ പറയുന്നത് ആൾക്കാർ മറന്നുപോയത്. ഇന്നും പാർട്ടിയെ കുറ്റം, വിഷയം മനസ്സിലായല്ലോ. ഇതാണ് ഈ പടത്തിനകത്തുള്ള ഇവരുടെ എതിർപ്പെന്ന് പറയുന്നത്. അതായത് ഇന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞു, വേറെ ഒരു കിണമില്ല ഇതിനകത്ത് ഇവർ എതിർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഒരു പടത്തിനെ പടമായിട്ട് കാണാനുള്ള മിനിമം ബോധം കാണിക്കുക. നമ്മളിവിടെ ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്ന്. മാന്യമായ വിമർശനമാണ് പറയുന്നത്, അല്ലാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നല്ലേ പറയുന്നത്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും അതിന് കാരണക്കാർ ആരാണെന്നുള്ളതും അവരെ പനിഷടക്കം സുപ്രീം കോടതി ചെയ്ത് കഴിഞ്ഞിരിക്കും. അതിനുശേഷവും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പോഴും BJP-ക്ക് അഗൻസ്റ്റ് യൂസ് ചെയ്യുന്ന വെപ്പാണ് ഈ ഗോദ്ര എന്നത്. അപ്പോൾ BJP-ക്കെതിരെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനെതിരെ പണിഷ്മെൻ്റൊക്കെ കിട്ടി ഇല്ലേ. ഇതിപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും പല ഈ പ്രത്യേക പാർട്ടിയിൽ അന്ധമായി വിശ്വസിക്കുന്ന, അതായത് സ്വന്തം തലച്ചോറെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് അവർ തരുന്ന സാധനം ഇട്ടിട്ട് സംസാരിക്കുന്ന മാത്രം ആളുകൾ. ഈ മുകളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നവർക്ക് വിവരമൊക്കെ ഉണ്ട്. ഇവ പൊട്ടൻ ഇങ്ങനെ പറഞ്ഞോടാ എന്ന് പറയുമ്പോൾ പറയുന്ന കുറച്ച് ആളുകൾ. ഈ ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞു അത് കോടതിയിൽ നിന്ന് വിധി വന്ന സാധനമല്ലേ, വിധി വന്ന സാധനത്തെക്കുറിച്ച് നമ്മൾ പറയാമോ? വിധി വന്ന സാധനത്തെക്കുറിച്ച് പറയില്ലേ? കോടതിയിലൊരു കേസ് നടക്കുമ്പോൾ ആ നടക്കുന്ന സമയത്ത് ആ കേസിന് അത് പ്രതികൂലമായോ അനുകൂലമായോ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് കോടതിയിൽ ഇങ്ങനൊരു കേസ് നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പുറത്ത് പറയില്ലെന്ന് പറയുന്നത്. വിധി വന്നു കഴിഞ്ഞാലും പറയാൻ പാടില്ല. അതായത് ഗ്രീഷ്മ ഷാരോൺ കേസിൽ ഇനി നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. നമ്മൾ പറയാൻ പാടില്ലേ? മറ്റേ ഗോവിന്ദച്ചാമിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വിധി വന്നു, നമ്മളിനി അഭിപ്രായം പറയാൻ പാടില്ല. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ തീർന്ന്. ഇനി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതോടെ നമ്മൾ അവിടെ അവരെല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു, അത് വന്നു തീർന്നു. ഇനി നമ്മളതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. അഭിപ്രായം നമ്മൾ അവിടെ തീർന്നു, വിധി വരുമ്പോൾ നമ്മുടെ അഭിപ്രായം തീർന്നു. ഒരു സിനിമ എന്നുള്ളത് മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. ചിലവരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇൻഫ്ലുവൻസ് ചെയ്തിങ്ങനെ നിങ്ങൾ ഒരു കോമഡി പടം കണ്ടുകൊണ്ടിരിക്കായിരിക്കും. എങ്ങനെ ഞാൻ പറയാൻ പടം ഇൻഫ്ലുവൻസ് ചെയ്യില്ല. എൻ്റെ സാറേ, നിങ്ങൾ ഇത്രയും ബോധം വെച്ചിട്ട് മണ്ടത്തരം പറയല്ലേ. ഒരു കോമഡി പടം കണ്ടിട്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പടം കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയി എന്നല്ല, ആ പടം നമ്മൾ ആസ്വദിച്ചു എന്നാണ്. ഒരു കോമഡി, ഫോർ എക്സാമ്പിൾ CID മൂസ നമ്മൾ കാണുന്നു. CID മൂസ കണ്ടിട്ട് നമ്മളതിൽ നിന്ന് ഹാസ്യം പൊട്ടിച്ചിരിച്ച് നമ്മളത് ആസ്വദിച്ചു. പുറത്തോട്ട് ഇറങ്ങി ഞാൻ CID മൂസ കണ്ടിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഇട്ട് കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ സമ്മതിക്കാം, ആ പടം കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയി. ഒരു പടം കണ്ടിട്ട് ആസ്വദിക്കുന്നതിന് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം മേജർ രവി സാറിൻ്റെ ഇതിവിടെ നിൽക്കട്ടെ, ഈ പാർട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പുള്ളി ആദ്യം സിനിമ കണ്ടിട്ട് അമേസിങ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പുള്ളിക്ക് മേളയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ആരൊക്കെയോ വിളിച്ച് പുള്ളിയോട് പറഞ്ഞ് ഇത് ശരിയല്ലേ, നമ്മുടെ സാധനത്തിനെതിരാണ് ഈ സാധനം, മാറ്റി പറഞ്ഞോണേ. പുള്ളി മാറ്റി പറഞ്ഞ്, പുള്ളിയുടെ ലൈവിൽ പുള്ളി മാറ്റി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പട്ടാളക്കാരോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സീനിയേഴ്സിനും കൂടി ഞാൻ എല്ലാവർക്കും മറുപടി അയച്ചാൽ ഞാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ഞാൻ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ പാർട്ടിക്ക് ഇതിനകത്ത് ഞാൻ പാർട്ടിക്ക് അപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ, നാക്ക് പിഴച്ചതാണേ. ഞാൻ പാർട്ടിക്ക് ബാക്കി പറ, മാറ്റി പറയുന്നുണ്ട്, പറ. ലൈവിൽ വന്ന് സംസാരിക്കാം. ലൈവിൽ വന്ന് സംസാരിക്കാം. അപ്പോൾ പാർട്ടിക്ക് വന്ന് സംസാരിക്കാമല്ല, ലൈവിൽ വന്ന് സംസാരിക്കാം. ഇനി പുള്ളിയുടെ ലൈവിൽ തന്നെ നമുക്ക് ബാക്കിയും കൂടെ കേട്ട് നോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്നത് മുരളി ഗോപി എന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം. നമ്മൾ എന്നെ പോലുള്ള തന്നെ എഴുതുന്നത് എൻ്റെ വികാരമായിരിക്കും. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ, കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരതമാതാക്കി ചെയ്യുന്ന വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ കൺസേൺ. അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ മുരളി അത് ചെയ്യുന്ന സമയത്ത് ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലൊക്കെ എവിടുന്നത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി,
ആര് കത്തിച്ചു, എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് 53 പേര് മരിച്ചുപോയി? കാരണം 4 വശത്തും വാതിൽ അടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം. എൻ്റെ പൊന്നു സാറേ, നിങ്ങളൊക്കെ വലിയ റെസ്പെക്റ്റ് നമ്മൾ കാണുന്ന ആളുകളല്ലേ, നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് മണ്ടത്തരം പറയരുത്. അതായത് ഒരു സിനിമ എടുക്കുമ്പോഴത്തേനും പുള്ളി ആ തീവണ്ടി എവിടുന്ന് വന്നു, ആ തീവണ്ടിക്കകത്ത് 55 പേര് അല്ലെങ്കിൽ 56 പേര് എവിടുന്ന് വന്നു, ആ തീപ്പെട്ടി വരച്ചപ്പോഴത്തെ തീ എവിടുന്ന് വന്നു, ആ തീപ്പെട്ടിക്കുള്ളി പുള്ളി സിനിമയാണ് എടുക്കുന്നത്, ഡോക്യുമെൻ്ററി അല്ല, സീരിയൽ അല്ല, പുള്ളി സിനിമയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ടൈം ലിമിറ്റിനകത്തുള്ളൊരു സിനിമയാണ് പുള്ളി എടുക്കുന്നത്. ഇത് ഇന്ത്യയുടെ ചരിത്രം മൊത്തം അന്ന് മുതൽ ഇന്ന് വരെ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു സാങ്കല്പിക കഥയാണ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാം. ഒരു സിനിമയ്ക്കകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾ സിനിമ എടുക്കുന്ന ഒരാളും കൂടെ അല്ലേ. അപ്പോൾ പുള്ളിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയ സാധനങ്ങളല്ലേ പുള്ളിക്ക് അത് എടുക്കാൻ പറ്റൂ. ഇതിനകത്ത് ഈ തീവ്രവാദത്തെ വളർത്തുകയോ അല്ലെങ്കിൽ മുസ്ലിംസിനെ എല്ലാം കൂടെ ഹിന്ദുസിനെ എല്ലാം കൂടെ മോശമായിട്ട് കാണിക്കുക, മുസ്ലിംസിനെ എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. ആ ഒരു പ്രക്രിയ തെറ്റാണെന്നാണ് കാണിച്ചത്. അത് മാത്രമല്ല എല്ലാ ഹിന്ദുസും മോശമാണെന്നല്ല കാണിച്ചത്. അവർക്ക് അതിനകത്ത് സ്പോയിലറാണോന്ന് എനിക്കറിയത്തില്ല, അഭയം കൊടുക്കുന്നൊരു ഹിന്ദുവാണ്. അത് നമ്മുടെ കണ്ണിപ്പെടത്തില്ല. നമ്മുടെ മറ്റേ പുള്ളിയുടെ പേര് പറഞ്ഞ് അത് അവരെവരെ കഷ്ടം. എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ വർഗീയതയല്ലേ സംസാരിച്ചിരിക്കുന്നത്? വർഗീയതയല്ല സംസാരിച്ചിരിക്കുന്നത്. അത് പടം കാണേണ്ട സെൻസിൽ കാണാം. സാർ ആദ്യം പറഞ്ഞ ആ ന്യൂട്രലി കാണുന്നതാണ് കറക്റ്റ് കാണുന്നത്. ഈ ഫസ്റ്റ് ഗിയർ ഇട്ട് കാണുന്നത് സാറിൻ്റെ കാണൽ ശരിയല്ലെന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇതിന് മനസ്സിലാകുന്നത്. ബാക്കിയേക്കാം, അയ്യോ ബാക്കി പറ. നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ അഭ്യുദയകാംക്ഷികൾ BJPക്ക് ഒരു ഉപകാരമില്ലാത്ത BJPക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇറ്റിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യവന്മാരെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതായത് ഒരു പാർട്ടിയുടെ 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത BJPക്കാരായിട്ട് നടക്കുന്ന BJPക്കാരെയാണ് ഈ കുറ്റം പറയുന്നത്. അതായത് പാർട്ടി എന്ത് ചെയ്താലും, ഈ BJP എന്ന് മാത്രമല്ല കേട്ടോ, ഏത് പാർട്ടി എന്ത് ചെയ്താലും നമ്മളതിനെ ന്യായീകരിക്കണം. അത് അവർ എന്ത് തെറ്റ് ചെയ്താലും അയ്യോ അത് തെറ്റല്ല, അത് ശരിയാണ്. മറ്റവരെന്ത് ശരി ചെയ്താലും അത് ശരിയല്ല. അതാണോ ഒരു പൗരനായിട്ട് നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല കേട്ടോ. നിങ്ങളുടെ ആശയം എനിക്ക് പിടികിട്ടിയില്ല. അതായത് നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ, ഒരു പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴത്തേനും ആ പാർട്ടിയുടെ ഐഡിയോളജിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ആ ഐഡിയോളജിയിൽ നിന്ന് മാറി എന്തു പറഞ്ഞാലും നമ്മളങ്ങ് ന്യായീകരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊന്ന് മനസ്സിലാക്കുക. ഈ ലൈവ് തുടങ്ങുമ്പോൾ മുതലേ ഇത് ഞാൻ ആരെയും വെള്ളപൂശാനുള്ള ലൈവ് അല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ഇന്ന മതേതരവാദി അല്ല, ഇന്ന സംഘീയുടെ ഇതിനകത്ത് അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചെയ്യുന്നത് മൊത്തം അതൊക്കെ തന്നെയാണ്. അതായത് പൃഥ്വിരാജ് തെറ്റ്, മുരളീഗോപി തെറ്റ്, ലാലേട്ടൻ ശരിയാട്ടോ, ലാലേട്ടൻ കറക്റ്റായിരുന്നു. ലാലേട്ടൻ അറിയത്തില്ല, ലാലേട്ടൻ അറിയാമൊന്നും ഈ പടം ചെയ്യില്ല. എൻ്റെ പൊന്നണ്ണ, നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ലാലേട്ടൻ നിങ്ങൾ ലാലേട്ടനായിട്ട് അടുത്ത ബന്ധം ഉണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാം, ലാലേട്ടൻ വെറും പൊട്ടനല്ല. പുള്ളി കഥയൊന്നും കേൾക്കാതെ രാജു കൊണ്ടുവന്ന പടം നമുക്ക് ചെയ്തതാ, പുള്ളി ചെയ്യത്തില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. എല്ലാം ഇവരൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. ഏതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് BJPക്കാരുടെ കാര്യം കേട്ടോ. അതായത് പാർട്ടിക്ക് ഗുണമില്ലാത്ത, അപ്പോൾ സെൻസർ ബോർഡിനകത്തുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളെ എടുത്ത് കളയണമെന്നായിരുന്നു ഞാൻ. അതായത് BJPക്കെതിരെ സംസാരിക്കുന്ന എന്ത് സിനിമ വന്നാലും നമ്മൾ അതിനകത്തുനിന്ന് ചെകഞ്ഞിട്ട് ആ സിനിമ അങ്ങ് ബാൻ ചെയ്തേക്കണം. ആ സിനിമ പുറത്തു വരില്ലേ. അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം ഇതാണെന്ന് അറിഞ്ഞിട്ടും അത് നട്ടലോടെ പുറത്ത് വിടാൻ കാണിച്ച സെൻസർ ബോർഡിനെ ശരിയല്ല, നീയൊന്നും അനുയായി അല്ല. അതായത് ഇന്നൊരു പാർട്ടിയുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ നടക്കേണ്ടതെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന സാധനം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന്, അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റി ഇരുത്തിയിട്ട് തൊള്ളേത്തൊന്ന് പറയുന്നത് അവർ സിനിമ കാണുന്നില്ല. അപ്പൊ അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജസ്നേഹിയായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും, അയ്യോ ഇത് പ്രശ്നമാണെന്നത്. ആ പടം കണ്ട് മനസ്സിലായി, രാജസ്നേഹിയായിട്ടുള്ള വ്യക്തിക്ക് ഇതാണ് സംഭവം മനസ്സിലായി. അതുകൊണ്ടാണ് പുള്ളി അടിച്ചു വിട്ടോന്ന് പറഞ്ഞത്. അതായത് ഈ സംഭവം നാട്ടുകാരറിയണ്ടേ. നമ്മൾ മൂട്ടി പൂട്ടി വെച്ചാലും സത്യം എന്തെങ്കിലും പുറത്തു വരത്തില്ലേ. ബാക്കി നമുക്ക് വീണ്ടും റെയിൻബോയിലേക്ക് പോവാം. Why did you put this issue which was already gone and forgotten? കേസ് നടന്നു, അതിൻ്റെ പനിഷ്മെൻറ്റും കഴിഞ്ഞു. ആ ആളുകളെല്ലാം പലയിടത്തും ഇരിപ്പുണ്ട്. പലരും സുഖമായിട്ട് ഗുജറാത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അതാണ് ഞാൻ ആ പടത്തിനകത്ത് കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതിന് നിങ്ങൾ BJPക്കാരാണ്, സംഖ്യകളാണ്, ഈ ലാംഗ്വേജുകളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ എന്തിനാ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്? അതായത് നിങ്ങൾ പറയുന്ന ആശയത്തിൽ നമ്മൾ പടം എടുക്കണം. ശരി, അതുകൊണ്ടല്ലേ നിങ്ങളൊരു കോൺട്രവേഴ്സ്യൽ ടോക്ക് വന്നിരിക്കുന്നത്.
അപ്പം അതാണ് ആ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. രാജു ചക്കോട്ട് ഫിലിം മേക്കർ ട്രെയിൻ കത്തുന്ന് കാണിച്ചില്ല, അത് കത്തുന്ന് കാണിക്കാതെ തന്നെ ഇപ്പുറത്ത് സ്ട്രേറ്റ് അവേ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കുന്നു. അപ്പം അതെന്താണ്, ഇവിടെ ഹിന്ദുവിൻ്റെയും മുസ്ലിൻ്റെയും വികാരത്തിനെ ഇളക്കുകയാണ്. ഒരു കാര്യമില്ല, ആ കേസ് കഴിഞ്ഞിട്ടുള്ളതാണ്, സുപ്രീം കോടതി വിധിയും വന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ പോയിട്ട് ചൊറിയാൻ നിൽക്കേണ്ട ഇങ്ങനെ ഒരു അതങ്ങനെ ചൊറിയാൻ നിൽക്കല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ പടം എടുക്കുവാണെങ്കിൽ ചരിത്രത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചുള്ള പടം എടുക്കല്ലേ. സാങ്കല്പികമായ കഥകൾ മാത്രം മുൻപിലേക്ക്, ഇനി നടക്കാൻ സാധ്യതയുള്ള കഥകൾ മാത്രം എടുക്കണം. സിനിമ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കണേ, കഴിഞ്ഞു പോയ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി കഥകളൊന്നും ഇനി ഇവിടെ ആരും എടുക്കല്ലേ. ബ്രഹ്മാണ്ഡ പടത്തിനകത്ത് അങ്ങനൊരു സബ്ജക്റ്റ് ആ ഒരു പോയിന്റ് അതിനകത്തോട് കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്, അവർ തന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ പ്രൈം മിനിസ്റ്ററായി ഹോം മിനിസ്റ്ററായി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും they'll get hurt. ആ ഹേർട്ടിനെ യു ഹാവ് ടു റെസ്പെക്ട് ഇറ്റ്. അതായത് ഒരു സിനിമയിലും, അതായത് മോശം ഉള്ള ഒരാൾ പ്രൈം മിനിസ്റ്ററായി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററായി എന്ന് കാണിക്കില്ല, കൊള്ളും. നല്ല ആളാണെങ്കിൽ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അതായത് ഏത് മോശമായിട്ട് ചെയ്ത ആളും അത് നമ്മളെയാണെന്ന് ചിന്തിച്ചത് ആരുടെ പ്രശ്നമാണ്? അത് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ തന്നെ ഓൾറെഡി ഇങ്ങനെ അഴിമതി കാണിച്ച ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ അക്രമം കാണിച്ച ഒരാളാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് നിങ്ങളുടെ മൈൻഡിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് അത് ഇന്ന ആളല്ലേ എന്ന് തോന്നിയത്. നമുക്ക് തോന്നിയില്ലല്ലോ, നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് തോന്നിയില്ലല്ലോ, ആ സംഭവം. ആ സമയത്ത് നിങ്ങൾ പറയരുത് ഇതിനെ കാണണമെന്ന്. അപ്പോഴത്തേക്കും എന്നാ എൻ്റെ കേരള സ്റ്റോറി പോയിട്ട് മുഖ്യമന്ത്രി കാണാതിരുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം ഇത് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പോയില്ലേ, എന്തിന്? അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഏത് പടം കാണണമെന്ന് ചൂസ് ചെയ്യാൻ പാടില്ല. കേരള സ്റ്റോറി പുള്ളി കണ്ടില്ല, പുള്ളിക്ക് താല്പര്യം തോന്നുന്ന പടങ്ങൾ പുള്ളി കാണും. ഇതൊരു പക്ഷേ താങ്കൾ സംസാരിക്കുന്ന പോലെ തന്നെ BJP എതിർക്കുന്ന ഒരു പടമായതുകൊണ്ട് എന്ന് തോന്നിയോണ്ട് പുള്ളി പോയതായിരിക്കും. കമ്മ്യൂണിസ്റ്റിനെ അതിനകത്ത് എതിർക്കുന്നുണ്ടേ, UDF അതിനകത്ത് എതിർക്കുന്നുണ്ടേ, കണ്ടിട്ട് ആസ്വദിച്ച പുള്ളി ഇറങ്ങി വന്നേ. പുള്ളി എല്ലാ പടങ്ങളും ഇരുന്ന് കണ്ടോണം, അഭിപ്രായം പറഞ്ഞോണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പുള്ളിക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ്, മേജർ രവി സാർ എല്ലാ പടവും കാണണം, എല്ലാ പടവും കണ്ടിട്ട് റിപ്ലൈ തരണം. അത് ആ പടം എന്താ കാണാത്തെ, ഈ പടം എന്താ കാണാത്തെ? അത് നിങ്ങളുടെ ചോയ്സ് അല്ലേ, പുള്ളിയുടെ ചോയ്സിൽ പുള്ളി അത് പോയി കണ്ടു. ആർക്കത് ഇത്ര പ്രശ്നം? ഈ സംഗി എന്നൊക്കെ പറയുന്നത്, ഞാനൊരു സംഖ്യയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് ശാഖയിലൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പഠിച്ച ശാഖയിൽ എന്നെ ഒരാളെ കൊല്ലാനോ വർഗീയതയൊന്നും പഠിപ്പിച്ചിട്ടില്ല. പുള്ളി സംഖ്യയാണ്, പുള്ളി ശാഖയിലൊക്കെ പോയിട്ടുള്ളതാണ്. ശാഖയിലൊക്കെ പോയ സമയത്ത് ശാഖയിലൊക്കെ പോയ സമയത്ത് എന്നെ കൊല്ലാനോ വർഗീയത വിളമ്പാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നല്ല കാര്യം, വളരെ നല്ല കാര്യം. എല്ലാ സംഖ്യകളും മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാ ഹിന്ദുസും BJP എന്ന് നമ്മൾ പറയുന്നില്ല, എല്ലാ BJPക്കാരും പ്രശ്നക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ല നേതാക്കന്മാരുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന BJPക്കാരുണ്ട്, LDFകാരുണ്ട്, UDFകാരുണ്ട്. എല്ലാവരും മോശക്കാരെന്ന് നമ്മൾ പറയുന്നില്ല. മോശക്കാരെ പറയുമ്പോൾ മോശക്കാർക്ക് കൊണ്ടാൽ മതി, ഓക്കെ, ബാക്കി പറ. അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ വെറുക്കണം എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതെന്തിനാണത്? ഹിന്ദുക്കൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അത് ലെഫ്റ്റ് ആണെങ്കിലും ശരി, റൈറ്റ് ആണെങ്കിലും ശരി. ഹിന്ദുക്കൾ യോജിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിനും റൈറ്റിനും പ്രശ്നം ഉണ്ടാവും. എന്നെ വർഗീയത പഠിപ്പിച്ചിട്ടില്ലേ, എന്നെ വർഗീയത ആരും പഠിപ്പിച്ചിട്ടില്ലേ. ഹിന്ദുക്കൾ യോജിച്ച് കഴിഞ്ഞാൽ മറ്റ് പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടാവും. അതായത് ഹിന്ദുക്കളുടെ എല്ലാം രക്ഷാ അധികാരം ഇവരെടുത്ത് തലയ്ക്ക് ചുമന്നിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്, മനസ്സിലായോ? അതായത് ഹിന്ദുക്കളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ പാർട്ടിയിലേ ചേരത്തുള്ളൂ. അവർ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയിലേ ചേരത്തുള്ളൂ. അവർ ചേർന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതാണ് ആശാനെ വർഗീയത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം മതി എന്നല്ലേ? ദിസ് ഈസ് ദ വർഗീയത, ഓക്കെ. ബാക്കി ഇവരുടെ പ്രശ്നം, ഇവർക്ക് കിട്ടുന്ന വോട്ട് ചങ്കെന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഭിന്നിപ്പിച്ചിരിക്കുന്ന ഹിന്ദുക്കളെ വെച്ചിട്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ, ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ദൂരം നിർത്താൻ ഉള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് അത് സംഖ്യയാണ് കേട്ടോ. മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ നിങ്ങളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ട് ഈ സംഖ്യ എന്ന് പറയുന്ന RSSകാരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള, അതായത് ഈ പുള്ളി ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷനുള്ള സംഖ്യകളാണ് ഇന്ന് RSS എന്ന് പറയുന്നതെന്ന് പുള്ളിയാണേ പറഞ്ഞേ, ഞാനല്ലേ പറഞ്ഞേ. ബാക്കി പറ. ഏറ്റവും വലിയൊരു സംഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഭാരതം 3ാമത്തെ പ്രാവശ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, അതിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് നരേന്ദ്രമോദിജി. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ വെറുതെ സംഖ്യ എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എഴുതാം. സോഷ്യൽ മീഡിയയിൽ എഴുതാം. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. പക്ഷെ പുള്ളിയെ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ഒരാൾ വിമർശിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറയരുത്. അതിൻ്റെ പേര് വിമർശിക്കാൻ പാടില്ല എന്നല്ല, അടിച്ചമർത്തുക എന്നുള്ളതാണ്. വിമർശനം ഉണ്ടെങ്കിൽ വിമർശനമായിട്ട് കാണുക. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴമ്പായിട്ട് തന്നെ എടുക്കുക. അത് നമ്മളെയാണല്ലോ ഒച്ചമ്പിയ പറഞ്ഞത്, ഞങ്ങളെ പറയാൻ പാടില്ല, അത് ബാൻ ചെയ്യ്, സിനിമ ബാൻ ചെയ്യ്, ഞങ്ങളെ പറഞ്ഞു,
അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾക്കത് നിങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പൗരബോധം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ പാർട്ടി ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് പ്രശ്നം. നമുക്ക് തോന്നിയില്ലോ. എനിക്ക് ബി ജെ പിയോട് യാതൊരു വിരോധമില്ല, എനിക്ക് LDF യാതൊരു വിരോധമില്ല, എനിക്ക് UDF യാതൊരു വിരോധമില്ല. ഞാൻ ഇന്ന് വരെ ഒരു പാർട്ടി നോക്കി ഞാൻ ഒരു വോട്ടിട്ടിട്ടില്ല. ഞാൻ LDF വോട്ടിട്ടിട്ടുണ്ട്, UDF വോട്ടിട്ടിട്ടുണ്ട്, BJP ഞാൻ വോട്ടിട്ടിട്ടുണ്ട്. ഞാൻ പാർട്ടി നോക്കി ഞാൻ വോട്ടിട്ടില്ല. ആ നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ടാണ് നമ്മൾ വോട്ടിടുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടാണ് ഇവിടെ തിരിയുന്നത്. അങ്ങനത്തെ ആളുകൾ വോട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഭരണം മാറുകയും തിരിയുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എന്നെ തല്ലിക്കൊന്നാലും എന്നെ എന്ത് ചെയ്താലും ജനങ്ങൾ മുടിപ്പിച്ചാലും ഞാൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ ചിന്തിക്കുന്ന ചിന്താഗതിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് നിങ്ങൾക്ക് തലച്ചോറില്ലെന്ന് തന്നെ ഞാൻ പറയും. ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളെല്ലാം, ഈ സിനിമ വിമർശിക്കുന്ന ആളുകളെല്ലാം നിങ്ങളിത് സിനിമയായിട്ട് കാണും. അപ്പോൾ ഇതിനകത്ത് ഞാൻ സമ്മതിക്കുന്നു, ആ മറ്റേ പേര് മാറ്റിയതിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ പാർട്ടി നേതാവിനോട് ഇതാക്കുന്ന പേര് അതിനകത്ത് വരുന്നു, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നു, ഞാൻ യോജിക്കുന്നതിനോട്. അല്ലാതെ പടം അത് പറ്റത്തില്ല, അത് ഞങ്ങൾ ബാൻ ചെയ്യും, അത് പറ്റത്തില്ല. കഷ്ടം തന്നെ കേട്ടോ നിങ്ങളുടെ കാര്യം. കുറച്ച് വിമർശിക്കുന്നില്ല, ആയിക്കോ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തൂ. ദയവ് ഒരു പാർട്ടി അതിനകത്ത് വന്ന് കുറ്റം പറയില്ല. ഒരു പാർട്ടിയിലും ഉള്ള 100% ആളുകളും തെറ്റുകാരല്ല. എല്ലാ പാർട്ടിയിലും നല്ലവരുണ്ട്, എല്ലാ പാർട്ടിയിലും കുറേ വെകിളികളുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. അപ്പം മറ്റൊരു ആയിട്ടാണ് വരാം.